പട്ടിക്കുട്ടന്മാർ ഓടിച്ച പൂച്ചക്കുട്ടൻ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് മുങ്ങിയും പൊങ്ങിയും ഒഴുകിപ്പോകുന്നു. പെട്ടെന്ന് അവന് ഒരു മരക്കൊമ്പിൽ പിടുത്തം കിട്ടുന്നു. അതിൽ കയറി നിന്ന് അവൻ രക്ഷപ്പെട്ടു എന്ന് തോന്നിയ നിമിഷം ദൂരെയെന്ന് ഒരു പട്ടിക്കുട്ടൻ ഒഴുകി ആ മരക്കൊമ്പിൽ പിടിക്കുന്നു. പേടിച്ചുപോയ പൂച്ചക്കുട്ടൻ പുറകോട്ട് മാറുന്നു. അപ്പോൾ ദാ മരക്കൊമ്പൊടിഞ്ഞ് രണ്ടുപേരും വീണ്ടും വെള്ളത്തിൽ വീഴുന്നു. എങ്ങനെയൊക്കെയോ നീന്തി പൂച്ചക്കുട്ടൻ കരക്കെത്തുന്നു. നോക്കുമ്പോൾ ദാ പുറകെ പൂച്ചക്കുട്ടനും അതേ കരയിലേക്ക് കയറി വന്നു. അവൻ്റെ കൂട്ടുകാരെല്ലാം പുഴയുടെ അപ്പുറത്തെ വശത്തായി പോയിരുന്നു. പട്ടിക്കുട്ടൻ പതിയെ പൂച്ചക്കുട്ടൻ്റെ പുറകെ നടക്കാൻ തുടങ്ങുന്നു. പൂച്ചക്കുട്ടൻ ഷടാ ഇവനെന്താ എൻ്റെ പുറകെ വരുന്നത് എന്ന് വിചാരിച്ച് ഓടുന്നു. പെട്ടെന്ന് അവൻ രണ്ട് നീളൻ കാലുകൾക്കിടയിലൂടെ ഓടിപ്പോകുന്നു. അവൻ നോക്കുമ്പോൾ ഒരു ഭീമാകാരനായ പക്ഷി. ആ പക്ഷി അവൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ആ പട്ടിക്കുട്ടൻ ഓടിവന്ന് പക്ഷിയുടെ മുൻപിൽ വന്ന് നിന്ന് കുരച്ച് പേടിപ്പിക്കുന്നു. ഈ സമയം കൊണ്ട് പൂച്ചക്കുട്ടൻ രക്ഷപ്പെടുന്നു. പൂച്ചക്കുട്ടൻ നടന്ന് അവൻ്റെ വീട്ടിലെത്തുന്നു. പുറകെ പട്ടിക്കുട്ടനും. പൂച്ചക്കുട്ടൻ അവൻ്റെ വീടിനകത്ത് കിടന്ന് ഉറങ്ങുന്നു. കുറെ നേരം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ വെള്ളം അവൻ്റെ വീടിൻ്റെ അടുത്തുവരെ എത്തിയിരിക്കുന്നു. കൂടാതെ പട്ടിക്കുട്ടനും അവിടെ തന്നെയുണ്ട്. പെട്ടെന്ന് ഒരു തോണി വെള്ളത്തിൽ കൂടി വരുന്നു. പട്ടിക്കുട്ടൻ പൂച്ചക്കുട്ടനെ വിളിക്കുന്നു. വെള്ളം വളരെ പെട്ടെന്ന് തന്നെ ഉയരുന്നുണ്ട്. ആദ്യം ഒന്നും മടിച്ചെങ്കിലും പൂച്ചക്കുട്ടൻ താഴേക്ക് ചാടാൻ ഒരുങ്ങുന്നു. അപ്പോഴാണ് ആ തോണിയിൽ പട്ടിക്കുട്ടന്മാരാണെന്ന് കാണുന്നത്.